കുല്ലൂർ മൂകാംബിക ക്ഷേത്രോത്സവം അവസാന ഘട്ടത്തിലാണ്. ഇന്ന് രാത്രി 7 മണിക്ക് സൗപർണികയിൽ മൂകാംബികയുടെ ആറാട്ട് നടക്കും. രാത്രി ഓലക മണ്ഡപത്തിൽ വിശ്രമിച്ച ശേഷം നാളെ രാവിലെ ദേവിയെ ക്ഷേത്രത്തിലേക്ക് തിരികെ എഴുന്നള്ളിക്കും. അശ്വാരോഹണവും മഹാപൂർണാഹൂതിയും നടക്കുന്നതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങുറപ്പും ചേരുന്നു. അരുൺ, ഇപ്പോഴും വലിയ ഭക്തജന തിരക്കാണ്. തീർച്ചയായും ഭക്തജനത്തിലേക്ക് ഇങ്ങനെ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലൂടെയാണ് ഇന്നും കടന്നു പോകുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ നടന്ന രഥോത്സവം തന്നെയായിരുന്നു. ഈ തിരുവുത്സവത്തിൻ്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. പതിനായിരങ്ങളാണ് ഈ രഥോത്സവം കാണുവാനായി ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. ഇപ്പോഴും ആ ഒരു തിരക്ക് ഇവിടെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക്, മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദീർഘനേരം വരി നിന്നാൽ മാത്രമേ അമ്മയുടെ ദർശനം സാധ്യമാകൂ. ഇന്ന് നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. മലയാളികളായുള്ള തീർത്ഥാടകർ തന്നെയാണ് ഇന്നും ഏറ്റവും കൂടുതലായി ഈ സന്നിധിയിലേക്ക് എത്തുക. അവരുടെ ഒരു അഭിപ്രായങ്ങളിലേക്ക് കൂടി എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ്? ബാലുശ്ശേരിന്നാണ്. എല്ലാ വർഷവും വരാറുള്ളതാണ്? എല്ലാ വർഷവും രഥോത്സവം കണ്ടിരുന്നു. രഥോത്സവം കണ്ടിരുന്നു അല്ലേ? എല്ലാ ഒരു രീതിയിൽ പോയിട്ടുണ്ട്, അപകടമൊന്നുമില്ലാതെ. ഇതിന് മുന്നേ അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കെയർ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഈ രഥോത്സവം കാണാനായി ഇവിടെ എത്തുക എന്നതൊരു മഹാഭാഗ്യമായി തന്നെ, മഹാഭാഗ്യം തന്നെയാണ്. എല്ലാ കൊല്ലവും എല്ലാ സമയത്തും ഇവിടെ എത്താനുള്ളൊരു ഭാഗ്യം കിട്ടാറുണ്ട്. പിന്നെ ചെറുപ്പം മുതലേ ഇവിടെ എത്തുന്നതാണ്. ഇപ്പം ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് താമസമൊക്കെ ആയിട്ട് സുഹൃത്തുക്കളായിട്ട് വന്നതാണ്. അങ്ങനെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. അമ്മയുടെ ഒരു അനുഗ്രഹം, ആ ഒരു അനുഗ്രഹം തന്നെയാണ് പറയേണ്ടതും. എന്തായാലും അമ്മ അനുഗ്രഹിച്ചാൽ മാത്രമേ, അമ്മ വിളിച്ചാൽ മാത്രമേ ഇവിടേക്ക് എത്താൻ കഴിയൂ. ആ ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയുകയും ചെയ്യുന്നത്. ആ അമ്മയുടെ ഒരു വിളി കാത്തിരിക്കുന്നവരാണ് എല്ലാവരും. ആ ഒരു വിളി എത്തുന്ന സമയത്ത് മാത്രമാണ് ഇവിടേക്ക് എത്താൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനമായിരുന്ന തീർത്ഥാടകരുടെ ഒരു പ്രതികരണങ്ങളിലേക്ക് കൂടി. എല്ലാ വർഷവും ഇവിടെ എത്താറുള്ളതാണ്? എല്ലാ വർഷവും എത്താറുണ്ട്. വർഷത്തിൽ ഒരു 5-6 തവണ എന്തായാലും വരും. പരമാവധി മാസങ്ങളിൽ ഒരു തവണയെങ്കിലും വരാൻ ദേവി അനുഗ്രഹിക്കലുണ്ട്. ഉത്സവത്തിന് എല്ലാ വർഷവും വരും. കനകവർഷത്തിൽ എല്ലാ വർഷങ്ങളും പരമാവധി എത്തിച്ചേരാൻ ശ്രമിക്കലുണ്ട്. ഒരു വർഷത്തിൽ എന്തായാലും ഒരു ചുരുങ്ങിയത് 5-6 പ്രാവശ്യങ്ങൾ എത്തിച്ചേരും. എല്ലാ വർഷത്തിലും കനകവർഷത്തിൽ പങ്കെടുക്കലുണ്ട്. അമ്മയുടെ സമ്മാനമായിട്ട് ചില നാണയങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. അത് അമൂല്യങ്ങളായിരിക്കുന്ന നിധി പോലെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഇത്തവണ ഇങ്ങനെ രഥോത്സവത്തിൽ പങ്കെടുത്തിരുന്നോ? നാണയം ലഭിച്ചിരുന്നു? ഈ പ്രാവശ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ കനകവർഷത്തിൽ ഒന്ന് നമ്മുടെ കൈവശത്തിലേക്കും ഒന്ന് നമ്മുടെ പോക്കറ്റിലേക്കും അമ്മ ഇട്ട് തന്നു. പോക്കറ്റിലേക്ക് തന്നെ കൃത്യമായിട്ട് വീണു. അപ്പോൾ അങ്ങനെ മഹാഭാഗ്യം കൂടെ നമുക്ക് ഈ പ്രാവശ്യം സിദ്ധിച്ചു. ഈ ഒരു നാണയത്തൊട്ട് ലഭിക്കുകയാണെങ്കിൽ അതൊരു മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ? ഇത് അമൂല്യങ്ങളായിരിക്കുന്ന നിധികൾ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതൊരു വർഷത്തേക്ക് നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും. അടുത്ത പ്രാവശ്യങ്ങൾ വന്ന് അമ്മയിലേക്ക് തന്നെ അത് സമർപ്പിക്കും. അതിന് ശേഷം നമുക്ക് ലഭിക്കും. അത് സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങും. അതിൻ്റെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്തേക്കൊരു ആത്മീയ അനുഭൂതി അത് തന്നെയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഭക്തസഹസ്രങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും ഉത്സവ ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വൈകിട്ട് 7 മണിക്കാണ് അമ്മ മൂകാംബിക ദേവിയുടെ ആറാട്ട് നടക്കുക. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 9:30 കൊടി ഇറങ്ങുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. കൃഷ്ണരാജ്, മൂകാംബികയിൽ നിന്ന് അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രധാന ചടങ്ങുകളൊക്കെയും തത്സമയം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ജനം TV, ജനം ടീം എത്തിക്കും. അതിന് ഓരോ ചടങ്ങുകൾ വരുമ്പോഴും, ആറാട്ട് നടക്കുമ്പോഴും ഒക്കെ അതുണ്ടാകും.